അടുത്ത് നമുക്ക് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. നമ്മൾ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസ് 4 രീതിയിലാണ് വരുന്നത്. കാർബണിയൽ ഗ്രൂപ്പിൻ്റെ എന്താണ് സി ഡബിൾ ബോണ്ട് ഒ എച്ച് ആണ്. അപ്പോൾ അതിൽ ഈ ഒ എച്ച് ബോണ്ട് ബ്രേക്ക് ചെയ്യണതുകൊണ്ട് CO ബോണ്ട് ബ്രേക്ക് ചെയ്യണതുകൊണ്ട് ഈ ആർ സി ഡബിൾ ബോണ്ടോ ആർ സി ബോണ്ട് ഈ ബോണ്ട് ബ്രേക്ക് OH ബോണ്ട് ബ്രേക്ക് ചെയ്യണതുകൊണ്ട് ഈ അലൈഡ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കൊണ്ട് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഈ റിങ് വരണത് കൊണ്ടുള്ള റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്കിനി ആദ്യത്തെയാണ് നോക്കേണ്ടത്. ആദ്യത്തെ റിയാക്ഷനാണ് ക്ലീവേജ് ഓഫ് OH ബോണ്ട്. OH ബോണ്ട് ക്ലീവേജ് നടക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന റിയാക്ഷൻസ്. അപ്പം നമ്മൾ ആർ ഈ ഡബിൾ ബോണ്ട് OH ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഈ OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് എന്താണ് മെറ്റലൊക്കെ ആയിട്ട് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് എന്ത് വരും? ഈ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ വരും. അപ്പോൾ അത് ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും along with the liberation of hydrogen gas. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും, RCOONA ഫോം ചെയ്യും. അപ്പോൾ ഇത് നോക്കൂ, ഈ ഒരു റിയാക്ഷൻ അതായത് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഏത് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനും ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാം. ഹൈഡ്രജൻ OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് അവിടേക്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാമെന്ന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. കാരണം ഇത് നമ്മൾ ഈ സോഡിയം ബൈകാർബണേറ്റ് ഈ ആൽക്കലി ഒക്കെ ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ അവിടെ പറഞ്ഞത്, ഇവിടെ ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ ഈ RC ഡബിൾ ബോണ്ട് OH ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടേക്ക് Na വരും അല്ലേ? അപ്പം എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്? NaHCO3 സോഡിയം ബൈകാർബണേറ്റും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഈ സോഡിയം ബൈകാർബണേറ്റും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് അവിടേക്ക് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ വരും. ഇതുപോലെ OH ബോണ്ട് ക്ലീവ് ചെയ്യും, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഹൈഡ്രജൻ്റെ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യും. എന്നിട്ട് എന്താ ഫോം ചെയ്യുക? RCOONA ഫോം ചെയ്യും അല്ലേ? അതിൻ്റെ കൂടെ ഈ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്തത് വാട്ടർ ഫോം ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഇവോൾവ് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണല്ലോ, അതിങ്ങനെ ഇവോൾവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ധാരാളം ബബിൾസ് വരുന്നതായിട്ട് തോന്നാം. അതായത് ആ സൊല്യൂഷനിലേക്ക് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ടുള്ളതിലേക്ക് കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ബ്രിസ്ക് എഫർവസൻസ്, ഒരു സോഡ ബോട്ടിലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിൽ നിന്ന് നുരയും പതയും വരണത്, ഏകദേശം അതിന് സമാനമായിട്ട് എന്താണ് ബ്രിസ്ക് എഫർവസൻസ് വരും. ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഐഡൻറ്റിഫയിങ് ടെസ്റ്റായിട്ട് നമ്മൾ ഓർഗാനിക് അനാലിസിസിൽ ചെയ്യുന്നത്. നമ്മൾ സോൾട്ട് അനാലിസിസ് ചെയ്ത പോലെ തന്നെ ഓർഗാനിക് അനാലിസിസ് ചെയ്യാനുണ്ട്. നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് അനലൈസ് ചെയ്യണം ലബോറട്ടറിയിൽ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഈ ഒരു ടെസ്റ്റ് കാർബോക്സിലിക് ആസിഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയിങ് ടെസ്റ്റാണ് സോഡിയം ബൈകാർബണേറ്റുമായിട്ട് ബ്രിസ്ക് എഫർവസൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ബ്രിസ്ക് എഫർവസൻസ് അല്ലെങ്കിൽ നുരഞ്ഞ് പൊന്താനുള്ള കാരണം എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യണതാണ്. അവിടെ നടക്കണ റിയാക്ഷൻ എന്താ? ഈ OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ആ ഹൈഡ്രജൻ്റെ സ്ഥാനത്തേക്ക് സോഡിയം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ OH ബോണ്ട് ക്ലീവ് ചെയ്യണതിൻ്റെ ഒരു റിയാക്ഷൻ. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അടുത്ത റിയാക്ഷനായിട്ട് RCOOH. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡ്, ഈ ഒരു കാർബോക്സിലിക് ആസിഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ കാർബോക്സിലേറ്റ് ആനയോൺ ഫോം ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ H3O+ ഹൈഡ്രോണിയം അയോണും ഫോം ചെയ്യും. ഓക്കെ, ഈ കാർബോക്സിലേറ്റ് ആനയോണിൻ്റെ പ്രത്യേകത എന്താ? RC ഡബിൾ ബോണ്ട് OO- എന്ന് പറയുന്ന ഈ ആനയോൺ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങോട്ട് പോവും. അപ്പോൾ എന്താണ്? റെസൊണൻസ് നടക്കും. RCO- ഡബിൾ ബോണ്ട് O. ഇനി അടുത്ത സെക്കൻഡിൽ എന്തുണ്ട്? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. എങ്ങനെയാണ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നത്? RCOO ഈ ഡബിൾ ബോണ്ട് ഈ ഓക്സിജൻ്റെയും കാർബണിൻ്റെ ഇടയിൽ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു റെസൊണൻസ് ഇങ്ങനെ
എന്താണ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നത് കൊണ്ട് കാർബോക്സിലേറ്റ് ആനയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലാണ്. അപ്പം വാട്ടറിൻ്റെ ഒക്കെ പ്രസൻസിൽ ഈസി ആയിട്ട് H+ അയോണിനെ കൊടുക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം ആസിഡുകൾ H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ കാർബോക്സിലിക് ആസിഡിന് അസിഡിക് ബിഹേവിയർ കിട്ടാൻ കാരണം ഈ കാർബോക്സിലേറ്റ് ആനയോൺ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. കറസ്പോണ്ടിങ് ആസിഡുകളുടെ അത്ര ഇൻഓർഗാനിക് ആയിട്ടുള്ള ആസിഡുകളുടെ അത്ര സ്ട്രെങ്ത് ഇല്ലെങ്കിലും കാർബോക്സിലിക് ആസിഡിന് H+ അയോണിനെ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അസിഡിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം? concentration of the product RCOO minus into concentration of H3O plus divided by concentration of reactants അല്ലേ, concentration of RCOOH into water. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ യൂണിറ്റി ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുക? K equilibrium constant for acid is equal to RCOO minus concentration of RCO minus into concentration of H3O plus divided by concentration of RCOOH. ഓക്കെ, നമ്മൾ നോർമലി ഈ അസിഡിക് സ്ട്രെങ്ത് pKa അതായത് pKaയുടെ ടേംസിലാണ്. pKa എന്ന് പറയുന്നത് pH എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+, അതുപോലെ pKa എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka. pKaയുടെ ടേംസിലാണ് നമ്മൾ അസിഡിക് സ്ട്രെങ്ത് റെപ്രസെൻ്റ് ചെയ്യണത്. pKaയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് സ്ട്രെങ്ത് കുറയും. pKയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് കുറയും, വീക്കർ ആയിരിക്കും ആസിഡ്. ഇനി pKയുടെ വാല്യൂ കുറവാണെങ്കിൽ ആ കാർബോക്സിലിക് ആസിഡുകളുടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അസിഡിക് സ്ട്രെങ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അസിഡിക് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം എന്താ? ഈ OH ബോണ്ട്, കാർബോക്സിലിക് ആസിഡ് OH ബോണ്ട് ബ്രേക്ക് ചെയ്യും, H+നെ കൊടുക്കും. H+നെ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് കാർബോക്സിലേറ്റ് ആനയോൺ എന്ന് പറയുന്നത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് എപ്പോഴും OHനെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനാണ് അത് പ്രിഫർ ചെയ്യുക അല്ലേ. നമ്മൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രിഫറിങ് എങ്ങനെ ഈ RCOO മൈനസ് എന്നുള്ള സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യണത്. കാരണം എന്താ? ഈ കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയുന്നത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഈ കാർബോക്സിലിക് ആസിഡ് അസിഡിക് ബിഹേവിയർ കാണിക്കുന്നു. അസിഡിക് സ്ട്രെങ്ത് നമ്മൾ pKaയുടെ ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. pKaയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് സ്ട്രെങ്ത് വീക്കർ ആയിരിക്കും ആസിഡ്, pKaയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് സ്ട്രോങ്ങർ ആയിരിക്കും ആസിഡ്. ഇനി ഇതിൻ്റെ അസിഡിക് ബിഹേവിയർ ഇതിലേക്ക് കാർബോക്സിലിക് ആസിഡിലേക്ക് വരുന്ന സബ്സ്റ്റിറ്റ്വൻസ് മാറുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് അസിഡിക് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ടുള്ള രണ്ട് ടൈപ്പ്, ഒന്ന് എന്താണ് ആൽക്കലിക്കുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് റീപ്ലേസ് ചെയ്യുക. COOH ബോണ്ടിലത്തെ C+OH ഈ OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ഇവിടുത്തെ ഹൈഡ്രജന് പകരം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് വരിക. അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ എന്താണ് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ഇതേപോലെയുള്ള സോഡിയം സോൾട്ട് ഫോം ചെയ്യാം. അപ്പോൾ ഈ സോഡിയം ബൈകാർബണേറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ ആസിഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ആസിഡ്. അപ്പോൾ അവിടെ H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യണതും ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യണതിൻ്റെ ഫലമായിട്ടാണ് അവിടെ H+ അയോൺ വരുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണ കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയുന്നത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് എന്താണ് ഇതിനെപ്പോഴും H+നെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റിൽ കാർബോക്സിലേറ്റ് അയോണായിട്ട് എക്സിസ്റ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുക. ഇനി ആ അസിഡിക് സ്ട്രെങ്ത് pKaയുടെ ടേംസിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണത്. pKaയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് കാർബോക്സിലിക് ആസിഡ് വീക്കർ ആവും, pKaയുടെ വാല്യൂ കുറവാണെങ്കിൽ അത്തരം കാർബോക്സിലിക് ആസിഡുകൾ സ്ട്രോങ് ആവും. ഇനി നമുക്ക് ഇതിലുള്ള ആസിഡിൽ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പിൽ വരുന്ന സബ്സ്റ്റിറ്റ്വൻറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഏത് രീതിയിലാണ് അതിൻ്റെ അസിഡിക് ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്വൻസ് ഓൺ അസിഡിക് ബിഹേവിയർ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇനി അടുത്തത് എന്താണ്? ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്വൻസ്. ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്വൻസ് ഓൺ അസിഡിക് സ്ട്രെങ്ത്. ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്വൻസ് ഓൺ അസിഡിക് സ്ട്രെങ്ത്. ആസിഡിക് സ്ട്രെങ്ത്തിൽ സബ്സ്റ്റിറ്റ്വൻസിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് കാണിക്കാനുള്ള കാരണം OH ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ
ഈ ആർ സി ഡബിൾ ബോണ്ട് ഒ ഒ എച്ച് എന്നുള്ള ഈ ഒരു കാർബോക്സിലിക് ആസിഡിലേക്ക് ഇതിനെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അത് ഈ രീതിയിൽ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അങ്ങനത്തെ ആ ഒരു റീസൺ കാരണമാണ് എന്ത് ഇത് അസിഡിക് ബിഹേവിയർ കാണിക്കാൻ കാരണം. അതായത് കാർബോക്സിലേറ്റ് ആനയോൺ ആയിട്ടാണ് അത് കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യണത്. കാരണം റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതുകൊണ്ട് എപ്പോഴും H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി ഈ H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇവിടെ ഉള്ള ഈ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെയുള്ള ഈ സബ്സ്റ്റിറ്റ്വന്റ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, അതായത് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത് അല്ലേ. ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കും. അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബോണ്ട് OH ബോണ്ട് ബ്രേക്ക് ചെയ്യണത് സ്ലോ ആവും, അല്ലെങ്കിൽ ഈ OH ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. As a result of the electron donating substituent connected to this carbon, COOH-ലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റിറ്റ്വന്റ് കണക്ട് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. കാരണം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, +I ഇഫക്റ്റ് അല്ലേ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് HCOOH, CH3COOH, അതുപോലെ CH3CH, ഇതിൻ്റെ രണ്ടിൻ്റെയും അസിഡിറ്റി കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതായിരിക്കും കൂടുതൽ അസിഡിക് എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. HC≡OH. ഇവിടെ എന്താണ് ഈസി ആയിട്ട് ഈ H+നെ കൊടുക്കാം, കാർബോക്സിലേറ്റ് ആനയോൺ പ്രൊഡ്യൂസ് ചെയ്യും, അത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇനി ഇവിടെ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്ക് ഒരു CH3 വന്നു എന്ന് വിചാരിക്കുക. C≡OH ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ CH3 ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആസിഡിന് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും കുറച്ച് സ്ട്രോങ്ങർ ആയിട്ട് അത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നോക്കൂ, ഇവിടെ O- എന്നുള്ളത് ഇതിങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണല്ലോ. ഈ നെഗറ്റീവ് ചാർജ് ഈ ത്രൂ ഔട്ട് ദ റിങ്ങിൽ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ നെഗറ്റീവ് ചാർജിനെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള എന്താണ് ഏതെങ്കിലും ഗ്രൂപ്പാണ് നെഗറ്റീവ് ചാർജിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാനുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കൂട്ടും. പക്ഷേ ഈ നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നുകൂടി കൂട്ടല്ലേ ചെയ്യണത്. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചർ എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്വൻസ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാർബോക്സിലേറ്റ് അയനയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബ്രേക്ക് ചെയ്താലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അസറ്റിക് ഇതേതാണ് ഇത് ഫോർമിക് ആസിഡ് ആണ് അസറ്റിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ. ഓക്കെ, ഫോർമിക് ആസിഡ് വിൽ ബി മോർ സ്ട്രോങ്ങർ ദാൻ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൽ ഒരു CH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റി, അതായത് CH2 ഒരു CH3 കൂടി വന്നു, C≡OH. ഇവിടെ വരുമ്പോഴോ ഓൾറെഡി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ കുറച്ചും കൂടി നമുക്ക് ഇതായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ CH3, പിന്നെ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും, ഇങ്ങോട്ട് വീണ്ടും ഇങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ത്രൂ ഔട്ട് ദ റിങ് എക്സിസ്റ്റ് ചെയ്യണത് കൊണ്ട് എന്താണ് ഇവിടെ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുക ബുദ്ധിമുട്ടാവും. ഇനി അപ്പോൾ എന്താണ് ഈ 1, 2, 3 പ്രൊപ്പനോയിക് ആസിഡ് അസറ്റിക് ആസിഡിനേക്കാൾ എത്തനോയിക് ആസിഡിനേക്കാൾ ലെസ് അസിഡിക് ആയിരിക്കും. ഇനി അതിന് പകരം ഇവിടെ ഒരു CH3 കൂടി ഉണ്ട്, അടുത്ത ഹൈഡ്രജനെ കൂടി റീപ്ലേസ് ചെയ്തു. അപ്പോൾ 2 CH3 ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം ഇവിടെ എന്താണ് ഒന്നുകൂടി അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു. ഇനി അടുത്ത ഹൈഡ്രജനെ കൂടി റീപ്ലേസ് ചെയ്തിട്ട് CH3 വരുമ്പോൾ 3 CH3 ഗ്രൂപ്പുകളുടെ 3 ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് കാരണം ഇവിടുത്തെ ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വന്നാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. ആസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അസിഡിക് സ്ട്രെങ്ത് ഒന്നുകൂടി കുറഞ്ഞു വരും.
അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കുറയും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് ഒന്നുകൂടി കുറയും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, എങ്ങനെയാണ് അസിഡിക് ബിഹേവിയർ വേരി ചെയ്യുക എന്നുള്ളത് ചോദിക്കാം. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അസിഡിക് ബിഹേവിയർ എങ്ങനെ വേരി ചെയ്യുക എന്നുള്ളത് ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന് പകരം ഇവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണെന്ന് വയ്ക്കുക. ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇവിടേക്കൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ വരിക, ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യും, ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും. ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, അസിഡിക് സ്ട്രെങ്ത് കൂടും, അസിഡിക് സ്ട്രെങ്ത് കൂടും. ഇനി അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അസറ്റിക് ആസിഡ് CH3COOH. ഈ അസറ്റിക് ആസിഡിലത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു ക്ലോറിൻ വരികയാണെന്ന് വിചാരിക്കുക. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു ക്ലോറിൻ വന്നു. അപ്പോൾ നമുക്കറിയാം ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അല്ലേ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോൺസിനെ ക്ലോറിൻ്റെ അടുത്തേക്ക് വിഡ്രോ ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ഇലക്ട്രോ പോസിറ്റീവ് ആവും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ വീണ്ടും ഇവിടെ ഇലക്ട്രോ പോസിറ്റീവ് ആവും, ഇത് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യും. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ ഈ ബോണ്ട് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരില്ലേ. അപ്പോൾ ഇവിടെ ചാർജ് സെപ്പറേഷൻ വന്നു. അപ്പോൾ ഈ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ബോണ്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് കൂടുതൽ അറ്റാച്ച് ചെയ്യും. അവിടെ H+ ആയിട്ട് ഈസി ആയിട്ട് പോകും. അപ്പോൾ അതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത് അല്ലേ. ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ -I ഇഫക്റ്റ് ഡ്യൂ ടു ദ -I ഇഫക്റ്റ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഹാലജൻസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതിൻ്റെ -I ഇഫക്റ്റ് കാരണം അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണു. അപ്പം -I ഇഫക്റ്റ് കാരണം അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഇനി ഇങ്ങനെ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ ഉണ്ടാവുക, ഒരു ഹാലജൻ ആറ്റം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ഒന്നുകൂടി ഈ ബോണ്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇത് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഒന്നിന് പകരം 2 ഹാലജൻ ആറ്റം വരികയാണെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ്ങർ ആയി. അതല്ല 3 ഹാലജൻ ആറ്റം വരികയാണെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ്ങർ ആയി. അതായത് ആസിഡ് എന്ന് പറയുന്നത് കൂടുതൽ ഈസി ആയിട്ട് ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്ട്രോങ്ങർ ആവും ആസിഡ്. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഹാലജൻ ആറ്റം ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ചിട്ട് ആസിഡിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് CH3COOH, അതുപോലെ ClCH2COOH ക്ലോറോ അസറ്റിക് ആസിഡ്, അതുപോലെ ClCHCOOH ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, അതുപോലെ തന്നെ Cl3CCOOH. ഇതിൻ്റെയൊക്കെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അസറ്റിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും ഇത് അല്ലേ. അസറ്റിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും ക്ലോറോ അസറ്റിക് ആസിഡ്, അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും ഡൈക്ലോറോ അസറ്റിക് ആസിഡ്, അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പോൾ താഴത്തേക്ക് വരുന്തോറും അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് വരും. കാരണം നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് കൂടണത് കൊണ്ടാണ്. ഇനി ഈ ഹാലജൻസ് തന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അസിഡിക് സ്ട്രെങ്ത് വേരി ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലൂറിൻ വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും, അതിനേക്കാൾ കുറവായിരിക്കും ക്ലോറിൻ വരുമ്പോൾ, അതിനേക്കാൾ കുറവായിരിക്കും ബ്രോമിൻ വരുമ്പോൾ. അപ്പോൾ ഫ്ലൂറിൻ വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിളാണ്, എല്ലാം അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണ്. ClCH2COOH, അതുപോലെ FCH2COOH, അതുപോലെ BrCH2COOH, ICH2COOH. അസറ്റിക് ആസിഡിൽ
ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു ക്ലോറോ അസറ്റിക് ആസിഡ്, അടുത്തതൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഫ്ലൂറോ അസറ്റിക് ആസിഡ്, അടുത്തതൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു ബ്രോമോ അസറ്റിക് ആസിഡ്, അടുത്തതൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു അയഡോ അസറ്റിക് ആസിഡ്. ഇതിന്റെ അസിഡിക് സ്ട്രെങ്ത് ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് ക്ലോറിൻ വരും, അത് കഴിഞ്ഞിട്ട് ബ്രോമിൻ വരും, അത് കഴിഞ്ഞിട്ടാണ് അയഡിൻ വരുന്നത്. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഹാലജൻസിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാലജൻസിന്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ കേസിൽ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ കേസിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ കേസിൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണു. അത് ഹാലജൻസ് ആണെങ്കിൽ ഹാലജൻസിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് കുറയും. ഇനി എന്താണ്, ഹൈബ്രിഡൈസേഷൻ നോക്കി. അപ്പോൾ ഈ സി ഡബിൾ ബോണ്ട് OOH എന്നുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉള്ള സ്പീഷീസ് അറ്റാച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ അങ്ങനെ ഡബിൾ ബോണ്ട് വരുന്ന ഒരു കാർബൺ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന് റെസണൻസ് പോസിബിലിറ്റി കൂടുതലാണ് അല്ലേ. അപ്പോൾ ഈ റെസണൻസ് നടക്കുന്നത് കൊണ്ട് അപ്പോൾ ഇവിടെ വിനൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. കാരണം ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്ത ഈ ഒരു ഗ്രൂപ്പിന്റെ ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ 3 ബോണ്ടാണ്, 3 സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ. ഇനി അടുത്തൊരു കേസ് സി ട്രിപ്പിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് OH ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുകയാണെങ്കിൽ സി ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കാർബണിന്റെ ഇടയിൽ ഒരൊറ്റ സിഗ്മ ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. അതായത് ഈ കാർബൺ എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിയൽ ഗ്രൂപ്പിന്റെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിനാവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്. അപ്പോൾ നമുക്കറിയാം sp3 sp2 sp ഈ ബോണ്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് sp ബോണ്ടാണ്, പിന്നെ sp2, പിന്നെയാണ് sp3 വരുന്നത്. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്, കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യണ ഈ കാർബണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്, എന്താണ് CH ട്രിപ്പിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് OH, ഇത് പ്രൊപ്പിയോളിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ CH2 ഡബിൾ ബോണ്ട് COOH, ഇത് അക്രിലിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്തത് COOH, ഇത് ബെൻസോയിക് ആസിഡ് ആണ്. ഓക്കെ, ഇത് ബെൻസോയിക് ആസിഡ് ആണ്. അടുത്തത് CH3COH അസറ്റിക് ആസിഡ്. ഇതിന്റെ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ കേസിൽ ഇതിനാവും അസിഡിക് ആസിഡിനാണ് ഏറ്റവും കുറവ് അസിഡിക് സ്ട്രെങ്ത്, ഏറ്റവും കുറവ്. ഇപ്പം 4 നാലാമത് വരുന്നത് അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഈ സി ഡബിൾ ബോണ്ട് OH വരുന്ന ഈ കാർബണിലേക്ക് sp2 കാർബൺ വരുന്നതിനനുസരിച്ചിട്ട് അസിഡിക് സ്ട്രെങ്ത് കൂടുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ sp2 കാർബൺ വരുമ്പോൾ ഇവിടേക്ക് എന്ത് വരാം, ബെൻസോയിക് ആസിഡ് വരാം. ബെൻസോയിക് ആസിഡിന്റെ കേസിൽ എങ്ങനെയാ, അപ്പോൾ ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ സി ഡബിൾ ബോണ്ട് OH ആണ്. അതായത് ഈ കാർബൺ എന്ന് പറയുന്നത് sp2 കാർബൺ ആണ്. അപ്പോൾ sp2 കാർബൺ വരുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ അടുത്തത് കമ്പയർ ചെയ്യാനുള്ളത് CH2 ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് OH ആണ്. അപ്പോഴും അതേ ഈ കാർബണിയൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലായി ഇവിടെ, അപ്പോൾ ഇവിടെ CH3 സി ഡബിൾ ബോണ്ട് OH ഈ കാർബൺ എന്ന് പറയുന്നത് sp3 ആണ്. അപ്പോൾ ഇതിനാണ് ഏറ്റവും കുറവ് അസിഡിക് സ്ട്രെങ്ത്. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും sp2 കാർബൺ ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതിനാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ഈ ഒരെണ്ണം റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ, ഇങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാണിക്കും. ഇവിടെയാണെങ്കിലും അതേ നോക്കൂ,
ഈ രീതിയിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാണിക്കുക. അപ്പോൾ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഇതിനായിരിക്കും. അതുകൊണ്ട് എന്താണ് ഫിനോളിക് ആസിഡ്. അപ്പോൾ ഇവിടേക്ക് പോസിറ്റീവ് ചാർജ് അരോമാറ്റിക് ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയൊരു പോസിബിലിറ്റി, ഈ ബെൻസോയിക് ആസിഡ് വിൽ ബി മോർ സ്ട്രോങ്ങർ ദാൻ അക്രിലിക് ആസിഡ്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നതാണ് അക്രിലിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചറുടെ എണ്ണം നോക്കിയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അല്ലെങ്കിലും അതെ, ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും ഇതിൻ്റെ അരോമാറ്റിക് ക്യാരക്ടർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫിനൈൽ റിങ് വരുമ്പോൾ, അപ്പോൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഫിനൈൽ റിങ് വരികയാണെങ്കിൽ വിനൈൽ ഗ്രൂപ്പിനേക്കാളും ഫിനൈൽ ഗ്രൂപ്പിന് അസിഡിക് ബിഹേവിയർ കൂടും. അപ്പോൾ ബെൻസോയിക് ആസിഡ് ആണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഇത് വരും. പിന്നെ എന്താണ് രണ്ടാമത്തെ പൊസിഷനിൽ ഇത് വരും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇതാണ് ഈ കാർബൺ എന്ന് പറയുന്നത് sp2 sp കാർബൺ അല്ലേ. അപ്പോൾ ഇതിനാണ് കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആസിഡ്. അപ്പോൾ ഇതിൻ്റെ ഓർഡറിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് അത് sp3 കാർബൺ ആണ്. COHൻ്റെ അടുത്ത് sp3 കാർബൺ ആണ്. ഫിനൈലിക്കും അക്രിലിറ്റിക് ഈ ഗ്രൂപ്പ് ഫിനൈൽ ഗ്രൂപ്പും വരികയാണെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പിനാണ് കൂടുതൽ, ബെൻസോയിക് ആസിഡ് ആണ് കൂടുതൽ സ്ട്രോങ്ങർ. വിനൈൽ ഗ്രൂപ്പ് അതിനും കുറവാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രൊപ്പിയോണിക് ആസിഡ് വരിക. അടുത്തത് അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പ്രൊപ്പിയോളിക് ആസിഡ് തന്നിട്ടുണ്ട്. ഇവിടെ C ട്രിപ്പിൾ ബോണ്ട്, കാർബണിയൽ കാർബൺ ട്രിപ്പിളി ബോണ്ടഡ് ആണ്. അതുപോലെ ബെൻസോയിക് ആസിഡ്, അക്രിലിക് ആസിഡ്, പിന്നെ അതുപോലെ തന്നെ COOH അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ 4 എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഈ കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അതാണ് നമ്മൾ പറഞ്ഞത് ഈ കാർബണിയൽ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി sp2-നാണ്. അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി sp-ക്കാണ് അല്ലേ. അപ്പം നമുക്ക് കാർബണിയൽ കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെ ബേസ് ചെയ്തിട്ട് നോക്കാം. ഇവിടെ കാർബണിയൽ കാർബൺ, ഈ കാർബൺ എന്ന് പറയുന്നത് sp3 ആണ്. ഇവിടെ കാർബണിയൽ ഗ്രൂപ്പ്, അതായത് COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ആണ്. അതുപോലെ ഈ ഒരു കാർബൺ, ഇവിടുത്തെ അതേ കാർബൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നോക്കുക, നോക്കി നോക്കൂ. ബെൻസോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് OH. ഈ ബെൻസോയിക് ആസിഡിൽ ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ആണ് അല്ലേ. ഡയറക്റ്റ് ആയിട്ട് 3 ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 3 സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് sp2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 സിഗ്മ ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് sp ആണ്. അതായത് ഒരു കാർബണിൻ്റെ ചുറ്റും 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ sp3, 3 സിഗ്മ ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ വെച്ചാൽ sp2, 2 സിഗ്മ ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ വെച്ചാൽ sp. ഈ രീതിയിലാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ, കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ പറയൽ. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിയപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3-ക്കാണ് കുറവ്. അപ്പോൾ ഇതിനാവും ലീസ്റ്റ് അസിഡിക് ബിഹേവിയർ. കാരണം കാർബണിയൽ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബണിയൽ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇത് sp ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ അസിഡിക് സ്ട്രെങ്ത്. ഇനി ഇതിൽ രണ്ടിലാണ് സംശയം വരുന്നത്. അക്രിലിക് ആസിഡ് നോക്കിയാലും ബെൻസോയിക് ആസിഡ് നോക്കിയാലും. അപ്പം നമ്മൾ വിനൈൽ ഗ്രൂപ്പാണ് CH2 ഡബിൾ ബോണ്ട് CH എന്ന് പറയുന്ന ഈ വിനൈൽ ഗ്രൂപ്പാണ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ റെസണൻസ് സ്റ്റെബിലൈസേഷൻ കിട്ടും അതിന്. ഈ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിങ്ങോട്ട് പോവും. അപ്പോൾ എങ്ങനെയാണ് റെസണൻസ് സ്ട്രക്ചർ? CH2 ഇലക്ട്രോൺസ് പോകുമ്പോൾ ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് അതായത് CH2C ഡബിൾ ബോണ്ട് CO- OH. അടുത്തത് ഇതിങ്ങോട്ട് വരും, ഇത് തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. അങ്ങനെ എന്താണ് ഇതിന് റെസണൻസ് പോസിബിൾ ആണ്, റെസണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ അക്രിലിക് ആസിഡും sp2 ഹൈബ്രിഡൈസ്ഡ്, ബെൻസോയിക് ആസിഡും sp2 ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഇഫക്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നത്.
ഇവന്റെ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഇതേപോലെ റെസൊണൻസ് നടക്കുന്നതുകൊണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. നോർമൽ ആയിട്ടുള്ള ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കൂടി വരുന്നത് കൊണ്ട് അസിഡിക് ബിഹേവിയർ കൂടുതലായിരിക്കും. ഇനി 2 sp2 ഹൈബ്രിഡൈസേഷൻ, അതും ഒരു ഫിനൈലിക് ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഈ ഫിനൈൽ ഗ്രൂപ്പിന് ഇതേപോലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തിട്ട് ഇതേപോലൊരു റെസൊണൻസ് നടക്കണമെങ്കിൽ ഇത് അത്ര ഈസി ആയിട്ട് നടക്കില്ല. അപ്പൊ ഇവിടെ ഈ ഇലക്ട്രോൺസിനെ, ഡബിൾ ബോണ്ടിലത്തെ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ റെസൊണൻസ് പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു റെസൊണൻസ് പോസിബിൾ അല്ല. കാരണം ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക, ഇവിടുത്തെ കാർബൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും അല്ലേ? അപ്പൊ ഇതിന്റെ അരോമാറ്റിസിറ്റി ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ വരില്ല. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഫിനൈൽ റിംഗ് എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്, ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അതുകൊണ്ട് ബെൻസോയിക് ആസിഡിനായിരിക്കും അക്രിലിക് ആസിഡിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ. പിന്നെ ഇവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് ഇതിന് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. ഈ രീതിയിൽ നമുക്ക് അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്ത് പറയാം. ഇനി നമുക്ക് അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാം ആൽക്കഹോളിന്റെയും കാർബോക്സിലിക് ആസിഡിന്റെ ആണ്. അപ്പൊ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ RC∼OH ആണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ROH ആണ്. രണ്ടിലും ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അസിഡിക് ബിഹേവിയർ വരുന്നത് അല്ലേ? ആൽക്കഹോളിന്റെ കേസിൽ ഈ OH ബ്രേക്ക് ചെയ്യും, അസിഡിക് സ്ട്രെങ്ത് കാണിക്കും. ഇവിടെ ഇതിന്റെ കേസിൽ നോക്കൂ, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് ഈ രീതിയിൽ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയുന്നത് ഈ രീതിയിൽ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ RC അടുത്ത സെക്കൻഡിൽ ഈ ഡബിൾ ബോണ്ട് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. ഇങ്ങനെ ഈ രീതിയിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ മൂന്ന് ഓക്സിജന്റെ ഒരു കാർബണിലൂടെ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഒരു റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യണത് കൊണ്ട് കാർബോക്സിലിക് ആസിഡ് വിൽ ബി മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡിനാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. ഇനി നമ്മൾ ഫീനോളുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഫീനോളും കാർബോക്സിലിക് ആസിഡും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് അയോൺ എന്ന് പറയുന്നത്? OH ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫീനോക്സൈഡ് അയോൺ. ആ റെസൊണൻസ് സ്ട്രക്ചർ കിട്ടി. എങ്ങനെയാ കിട്ടിയത്? ഇവിടെ 2 ഡബിൾ ബോണ്ട് O പ്ലസ് അല്ലേ? ഇനി അടുത്ത സെക്കൻഡിൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയി, ഇത് ഈ കാർബണിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ കിട്ടി. ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ബോണ്ട് വന്നു, ഡബിൾ ബോണ്ട് O പ്ലസ്. ഇത് കാർബണിലേക്ക് തന്നെ പോയിട്ട് നേരത്തെ സ്ട്രക്ചർ കിട്ടും. ഇതാണ് ഇതിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഫീനോക്സൈഡ് അയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് എന്ത് കൂടുതലാണ്? ഫീനോക്സൈഡ് അസിഡിക് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾ ഫീനോൾസിന്റെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീനോക്സൈഡ് ഇസ് അസിഡിക്. ഫീനോക്സൈഡ് അയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ഫീനോൾ. അത് ഫീനോക്സൈഡ് അയോൺ ഇസ് സ്റ്റെബിലൈസ്ഡ്, അതുകൊണ്ട് ഫീനോൾ അസിഡിക് ബിഹേവിയർ കാണിക്കുന്നു. പറയുന്നത് CO-H. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ എന്നാണ് പറയേണ്ടത്. അതായത് ആൽക്കഹോളിന് പകരം ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഫീനോൾ ആണ്. ഫീനോളും ഒരു കാർബോക്സിലിക് ആസിഡും, അരോമാറ്റിക് ആൽക്കഹോൾ, ഫീനോളും ഒരു കാർബോക്സിലിക് ആസിഡും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഏതിലാണുള്ളത്? നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യണത്, നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ടും എന്താണ് ഇലക്ട്രോൺ ഉള്ള ഓക്സിജനിലാണ്
അല്ലേ? ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിലാണ്. അപ്പൊ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ഈ 2 ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനിൽ ആയതുകൊണ്ട് കാർബോക്സിലിക് ആസിഡ് വിൽ ബി മോർ സ്ട്രോങ്ങർ ദാൻ ഫീനോൾ. ഓക്കെ, ഇവൻ ദോ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, കാർബോക്സിലേറ്റ് അയോണും റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്, ഫീനോക്സൈഡ് അയോണും റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. എന്നിരുന്നാൽ കൂടി ഈ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചറിൽ കാർബണിലാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. അപ്പൊ കാർബൺ എന്ന് പറയുന്നത് അത്ര ഇലക്ട്രോ നെഗറ്റീവ് അല്ല, ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് വരുന്ന കാരണം ഈ കാർബോക്സിലിക് അയോൺ ആണ് കൂടുതൽ അസിഡിക് കാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അസിഡിക് സ്ട്രെങ്ത്തിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ്, അസിഡിക് സ്ട്രെങ്ത്തിനെ ഗവേൺ ചെയ്യുന്ന പോയിന്റ്സ്.